നമസ്കാരം പ്രിയമുള്ളവരെ. ഗസയിൽ ഇസ്രായേൽ അനുവർത്തിക്കുന്നത് സമാനതകളില്ലാത്ത വംശഹത്യയാണ്. അതുമായി ബന്ധപ്പെട്ട പുതിയ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വെറും 6 വയസ്സ് മാത്രം പ്രായമുള്ള ഹിന്ദ് റജബ് എന്ന പെൺകുട്ടിയുടെ കൊലപാതകമാണ്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ അവസരത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി സംപ്രേഷണം ചെയ്യുന്നത്. ഹിന്ദ് റജബ് എന്ന 6 വയസ്സുകാരി മാത്രമായ പെൺകുട്ടിയുടെ കൊലപാതകത്തിന് ഉത്തരവാദി ഇസ്രായേലി സൈനികൻ ബെന്നി അഹറോനാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2024 ജനുവരി 29 ഹിന്ദ് റജബ് കൊല ചെയ്യപ്പെടുന്നത്. ഗസ സിറ്റിയിൽ കുടുംബത്തോടൊപ്പം വളരെ ആഹ്ലാദവതിയായി കാറിൽ സഞ്ചരിക്കുകയായിരുന്നു അവൾ. പെട്ടെന്നാണ് ഇസ്രായേലി സൈന്യം ടാങ്കുകൾ ഉപയോഗിച്ച് കാറിനു നേരെ ആക്രമണം നടത്തുന്നത്. ഹിന്ദ് റജബ് ഒഴികെ കുടുംബത്തിലെ മറ്റുള്ളവരെല്ലാം ഇസ്രായേലി സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ മരിച്ചു വീണു കാറിനുള്ളിൽ. ഹിന്ദ് റജബ് ആ മൃതദേഹങ്ങൾക്കുള്ളിൽ കിടന്നുകൊണ്ട് ഗസ റെഡ് ക്രസൻറ്റിൻ്റെ സഹായം അഭ്യർത്ഥിച്ചു തൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി. റെഡ് ക്രസൻറ്റ് ഇസ്രായേലി സൈന്യവുമായി ബന്ധപ്പെട്ടു. കാരണം ഇസ്രായേലി സൈന്യത്തിൻ്റെ പിടിയിലായിരുന്നു ഗസ. ഇസ്രായേലി സൈന്യം ആംബുലൻസിലെ 2 പാരാമെഡിക്കൽ സ്റ്റാഫുകളെ ഹിന്ദ് റജബിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അനുവദിച്ചു. അങ്ങനെ അവർ ഹിന്ദ് റജബിൻ്റെ അപകടം നടന്ന ഇസ്രായേലി സൈന്യം വെടിവെച്ച സ്ഥലത്തേക്ക് എത്തി. പക്ഷേ നിമിഷ നേരങ്ങൾ കഴിഞ്ഞപ്പോൾ ഹിന്ദ് റജബിനെ രക്ഷിക്കുവാനെത്തിയ 2 ആംബുലൻസ് ജീവനക്കാരും കത്തിക്കരിഞ്ഞു മരിച്ച നിലയിൽ കിടക്കുന്നതാണ് കണ്ടത്. ഫോറൻസിക് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിച്ചത് ഇസ്രായേലി സൈന്യമാണ് അത് ചെയ്തതെന്നാണ്. ഹിന്ദ് റജബിൻ്റെ വെറും 6 വയസ്സ് മാത്രം പ്രായമുള്ള ഹിന്ദ് റജബിൻ്റെ ശരീരത്തിലേക്ക് തുരുതുരെ നിറയൊഴിച്ച് ആംബുലൻസ് ജീവനക്കാരോടൊപ്പം കത്തിച്ചു കളഞ്ഞു എന്നാണ് അന്വേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും ക്രൂരമായ സ്വഭാവം ഇസ്രായേലി സൈന്യത്തിൻ്റെ. ഹിന്ദ് റജബ് ഒറ്റപ്പെട്ട സംഭവമല്ല. അങ്ങനെ ആയിരക്കണക്കിന് കുട്ടികളാണ് ഇസ്രായേലി സൈന്യത്തിൻ്റെ കൊടും ക്രൂരതയ്ക്കിരയായി ഗസയിൽ മരണപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ചും ഗർഭപാത്രങ്ങളെയും കുട്ടികളെയുമാണ് ഇസ്രായേൽ ലക്ഷ്യമാക്കുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം ആ കുട്ടികൾ വളർന്ന് നാളെ ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പൈതൃകം ഏറ്റെടുക്കരുതെന്ന് ഇസ്രായേൽ നിർബന്ധമുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേൽ എപ്പോഴും ലക്ഷ്യമാക്കുന്നത് ഗസയിലെ കുട്ടികളെയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഗസയിലെ ഏക IVF കേന്ദ്രവും ഇസ്രായേലി സൈന്യം വ്യോമാക്രമണത്തിൽ തകർത്തു. അതിനുശേഷം അവിടെ പാഞ്ഞെത്തി അവിടെ സൂക്ഷിച്ചിരുന്ന ആയിരക്കണക്കിന് ഭ്രൂണങ്ങൾ തിരഞ്ഞുപിടിച്ച് നശിപ്പിച്ചുവെന്ന്. ഭ്രൂണങ്ങൾ എന്ന് പറയുന്നത് കുട്ടികൾ തന്നെയാണല്ലോ. അപ്പോൾ ഇസ്രായേൽ പർപ്പസ്ഫുള്ളി ഗസയിലെ കുട്ടികൾ വളർന്നു വരരുത്, ആ കുട്ടികൾ വളർന്നു വന്ന് ഗസയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ ഏറ്റെടുക്കരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ട് കൂടി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗസയിലേക്ക് പ്രസവ ശുശ്രൂഷയ്ക്കുള്ള മരുന്നുകൾ എത്താതിരിക്കുവാൻ കടുത്ത ഉപരോധമാണ് ഇസ്രായേൽ ഏർപ്പെടുത്തുന്നത്. അങ്ങനെ മരുന്ന് കിട്ടാത്തതിൻ്റെ പേരിൽ ഗർഭിണികളും കുട്ടികളും മരിച്ചു വീഴുന്ന അവസ്ഥയുണ്ട് ഗസയിൽ. അപ്പോൾ വളരെ പർപ്പസ്ഫുള്ളി ലക്ഷ്യത്തോടു കൂടി തന്നെ ഇസ്രായേൽ ഇത്തരം സംഗതികൾ ചെയ്യുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു, UN ഒരു ഉദ്യോഗസ്ഥൻ ഗസ സന്ദർശിക്കുന്ന അവസരത്തിൽ ഗസയിലെ തെരുവ് പട്ടികളൊക്കെ വളരെ തടിച്ചു കൊഴുത്തു കാണപ്പെട്ടു. എന്നാൽ ഗസയിലെ കുട്ടികളൊക്കെ മെലിഞ്ഞ് എല്ലും തോലുമായി കാണപ്പെട്ടു. UN ഉദ്യോഗസ്ഥൻ ഗസയിലെ തൻ്റെ സഹായിയോട് ചോദിച്ചു, എന്താണ് ഗസയിലെ കുട്ടികളൊക്കെ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്, ഗസയിലെ തെരുവ് പട്ടികളൊക്കെ ഇങ്ങനെ തടിച്ചു കൊഴുത്തിരിക്കുന്നതെന്ന്. ഗസയിലെ UN ഉദ്യോഗസ്ഥൻ്റെ സഹായി ഈ UN ഉദ്യോഗസ്ഥനെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഗസയിലെ കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഇടിഞ്ഞു തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ 100 കണക്കിന് കുട്ടികളുടെ മൃതദേഹങ്ങൾ. ആ മൃതദേഹങ്ങൾ ഭക്ഷിച്ചാണ് ഗസ തെരുവിലെ പട്ടികൾ, തെരുവു നായ്ക്കൾ ഇങ്ങനെ തടിച്ചു കൊഴുത്തിരിക്കുന്നത്. ഒന്നും കഴിക്കുവാനില്ലാതെ ഗസയിലെ കുട്ടികളൊക്കെ പട്ടിണിക്കോലങ്ങളായി എല്ലും തോലുമായിരിക്കുന്നു എന്ന് ഈ UN ഉദ്യോഗസ്ഥൻ പിന്നെ അന്തർദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായി. അങ്ങനെ ഒരു പട്ടിണി യുദ്ധവും വംശഹത്യവുമാണ് ഇസ്രായേൽ നടത്തുന്നത് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഹിന്ദ് റജബിൻ്റെ കൊലപാതകത്തിന് ഉത്തരവാദി ഇസ്രായേൽ സൈനികൻ എന്ന ഒരു അന്വേഷണ റിപ്പോർട്ട് അന്തർദേശീയ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.